ഹലോ, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കണതെന്നറിയോ? നമ്മുടെ സ്വന്തം വയലിലാണ്. ദേ ഈ കാണുന്ന ഇതൊരു വയലും ഈ ഒരു വയലും പിന്നെ ആ മുകളിൽ കാണുന്ന ആ ഒരു വയൽ നമ്മുടെയാണ് കേട്ടോ. നമ്മൾ കണ്ടം പൂട്ടി എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിത്ത് പാകിയിരിക്കുകയാണ്. നമുക്ക് അടുത്ത നെല്ലിന് വേണ്ടിയിട്ടുള്ള വിത്ത് പാകിയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ അച്ഛനും അമ്മയും കൂടെ വന്ന് വിത്ത് പാകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ അതെന്തായി എന്ന് നോക്കാൻ വേണ്ടി അമ്മ വന്നതാണ്. അപ്പോൾ അമ്മയുടെ കൂടെ ഞാനും ജസ്റ്റ് ഒന്ന് വന്ന് വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ്. അപ്പം നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ. പാടത്തേക്ക് വന്ന ഒരു ഗുണമുണ്ട്, ഇതുപോലൊരു സാധനം എനിക്ക് എപ്പോഴും കിട്ടാറുണ്ട്. ഒന്നില്ലെങ്കിൽ തേങ്ങ കിട്ടും, ഇത് ഇളനീരാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഇതും കൂടെ വെട്ടി കുടിക്കാം. പണ്ടൊക്കെ ഈ വരമ്പത്ത് നമ്മൾ ഈ പയർ വിത്തും അതുപോലെ തന്നെ തുവര വിത്ത്, ഇങ്ങനെ വെണ്ടയ്ക്ക, ഇതൊക്കെ കുത്തിയിടുമായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊന്നും കുത്തിയിടുന്നില്ല. ഇപ്പോൾ നമ്മളത് കുറച്ച് വീട്ടിൽ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ പാത്തിയൊക്കെ എടുത്തിട്ട് വിട്ടിരിക്കുകയാണ്. ഈ ഭാഗത്തായിട്ടാണ് വിത്ത് പാകിയിരിക്കുന്നത് കേട്ടോ. ഈ കോല് കുത്തി വെച്ചിരിക്കുന്നതിൻ്റെ അകത്തായിട്ടാണ്. നെല്ല് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതേ കണ്ടോ, സെൻറ്ററിൽ നല്ല രീതിക്ക് നെല്ല് കാണുന്നില്ലേ? ഇതാണ്, ഈ ഭാഗത്താണ് നമ്മൾ നെല്ല് വിത്ത് പാകിയിരിക്കുന്നത്. ഇത് കോലൊക്കെ കുത്തി വെച്ചിരിക്കുന്നത് പന്നി വരാതിരിക്കാനാണ്. വിത്ത് പാകി കഴിഞ്ഞാൽ അതിൽ അധികം വെള്ളം നിൽക്കാൻ പറ്റില്ല, കാരണം വിത്ത് വെള്ളത്തോടു കൂടി ഒലിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് അത് നോക്കാനാണ് അമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതേ അമ്മ നോക്ക്, കൈക്കോട്ടും കൊണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ചാലെടുത്ത് വിട്ടിരിക്കുകയാണ് വെള്ളം പോകാനായിട്ട്. ഞാൻ കൂടെ വന്നിട്ട് പണിയൊന്നും ചെയ്യില്ല എന്ന് വിചാരിക്കല്ലേ, ഞാൻ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ തന്നെ പണി ചെയ്യുന്നത് വീഡിയോ എടുത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വയൽ. പണ്ടൊക്കെ ആകുമ്പോൾ ഈ ചെളിയിലൊക്കെ ഇറങ്ങിയിട്ടേ അടിപൊളിയായിട്ട് കളിക്കുമായിരുന്നു. പണിയെടുത്തില്ലെങ്കിലും നല്ല രീതിക്ക് ചെളിയിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ചെളിയിലൊക്കെ നല്ലപോലെ കളിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ചളിയിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു മടിയുണ്ട്. അങ്ങനെ നമ്മൾ പാടത്തെ പണിയൊക്കെ കഴിഞ്ഞു, വീടെത്തി. ഇനി ഇത് മുറിച്ച് ആദ്യം കുടിക്കണം. ഓക്കെ, വീടെത്തിയതും വെട്ടണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ടി വിൻ്റെ മുന്നിലിരുന്നപ്പോൾ കുറേ നേരം അങ്ങനെ സമയം പോയി. പിന്നെ രാത്രി ആയപ്പോഴാണ് ഓർമ്മ വന്നത് ഇത് വെട്ടി കുടിച്ചില്ലല്ലോ എന്ന്. അങ്ങനെ പിന്നെ ഞാൻ തന്നെ എടുത്ത് വെട്ടി കുടിച്ചു കേട്ടോ. തേങ്ങ ഒന്നും അധികം ഉണ്ടായില്ല, കുറച്ച് ചെറുതായിട്ടേ കിട്ടിയുള്ളൂ. അപ്പോൾ അതും കൂടെ കഴിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.